ഹായ് എവ്രി വൺ. CMA ഇൻ്റർമീഡിയറ്റ് എക്സാം വരുന്ന ഡിസംബർ 2025 എഴുതുന്ന എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും റിസൾട്ട് വെയിറ്റിംഗ് ആണെന്നറിയാം. നമുക്കിനി ഏകദേശം ഒരു 15 ദിവസത്തോളം ഉണ്ട് റിസൾട്ട് വരാനായിട്ട്. എല്ലാവരും അത് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്നറിയാം. സോ ഒരുപാട് പേരൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാച്ച് ജൂലൈ 5th സ്റ്റാർട്ട് ചെയ്തിരുന്നു, 21st സെക്കൻഡ് ബാച്ച് തുടങ്ങിയിരുന്നു. എല്ലാവരും നല്ല ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ക്ലാസ്സസൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. സോ അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. അതായത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് പേപ്പർ 6 ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിരുന്നു. ആൻഡ് അതിൻ്റെ ക്ലാസ് എൻക്വയറി ചെയ്താണ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത്, നമുക്ക് ഇൻ്റർമീഡിയറ്റിൽ 8 സബ് ഉണ്ടല്ലേ. ഈ 8 സബിൻ്റെയും ഒരു ഡെയിലി ബേസിസിലുള്ള ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനും ലോയ്ക്കും മാനേജ്മെൻറ്റിനും കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റിങ്ങിനുമാണ് നമ്മളിപ്പോൾ നിലവിൽ ഈ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ ഫുള്ള് നമ്മൾ ഈ 4 സബിനാണ് കൊടുക്കുന്നത്. അടുത്ത 4 സബിന് അത് കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ 6 ബുദ്ധിമുട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഒരു 20 ദിവസത്തെ ഷെഡ്യൂളാണ്. ഇതൊരു 20 days ഷെഡ്യൂളാണ്. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഈ ഒരു സെഷൻ്റെ ഫീ വരുന്നത് 700 രൂപയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ബ്രാഞ്ച് അക്കൗണ്ട്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, ഇൻഷുറൻസ്, കൺസൈൻമെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ്, ഹയർ പർച്ചേസ്, പിന്നെ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ്. അങ്ങനെ 10 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പും ജോയിൻറ്റ് വെഞ്ചറും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 10 ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 100 മാർക്കിന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സും നോട്ടും MCQ PDF കഴിഞ്ഞ 5 അറ്റംപ്റ്റിൻ്റെ ജൂൺ 2023 മുതൽ ജൂൺ 2025 വരെ 5 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്ററിൻ്റെത് അവിടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. സോ കിട്ടാവുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഞാൻ പറയൂ. കാരണം ഞാൻ ഇത് ഏകദേശം 3 അറ്റംപ്റ്റുകളായിട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആർക്കെങ്കിലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സെഷനിൽ നിങ്ങളിനി ആലോചിക്കേണ്ട ആവശ്യമില്ല, ജോയിൻ ചെയ്തോളൂ. വളരെ ചെറിയ ഫീ ആണ്. നമുക്ക് സാധാരണ രീതിയിലൊക്കെ ഒരു സബ് എടുക്കാനായിട്ട് ഏകദേശം 2500 3000 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഫീ ആവശ്യമുണ്ട്. പക്ഷേ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് 700 രൂപയ്ക്കാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 700 രൂപയ്ക്കല്ലേ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമാണോ? അങ്ങനെയൊന്നുമല്ല. തിയറി വൈസ് ആയിട്ടും കൺസെപ്ച്വൽ വൈസ് ആയിട്ടും വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് മാത്രമേ നമ്മുടെ റെഗുലർ ബാച്ചിന് എങ്ങനെയാണോ ക്ലാസ് കൊടുക്കുന്ന സെയിം രീതിക്കാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഞാനിവിടെ ടൈം ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് 20 ദിവസത്തെ ഷെഡ്യൂളാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നോക്കിയാൽ മതി. ഫസ്റ്റ് ഡേ നമുക്കൊരു 20 ദിവസമാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ് എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ബേസിക്സ് ആയിട്ട് നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അക്കൗണ്ടിങ് ഇക്വേഷൻ, അക്കൗണ്ടിങ് സൈക്കിൾ ഉണ്ട്, ക്യാപിറ്റൽ റവന്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഡേ 1 ഡിസ്കസ് ചെയ്യുന്നത്. ഡേ 2 റെക്ടിഫിക്കേഷൻ ഓഫ് എറർ, അത് അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ് തന്നെ ഉള്ളതാണ്. ദെൻ ഡേ 3 BRS ആണ്. ഡേ 4 അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ പ്രൊവിഷൻസ് ആണ്. ഡേ 5 നമ്മൾ ഡിപ്രിസിയേഷൻ. ഇതുവരെ ആകുമ്പോൾ അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സോ 5 ദിവസം, ആദ്യത്തെ 5 ദിവസം ഫുൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ് ആണ് പഠിക്കുന്നുണ്ടാവുക. ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം എക്സാമിന് ചോദിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ MCQ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേ 6 മുതൽ നമ്മൾ AS 1 AS 10 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി, 10 PPE അതാണ് പറയുന്നത്. 7th ഡേ നമ്മൾ 11 12 AS 11 12 ആണ്. 11 ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റും 12 ഗവൺമെൻറ് ഗ്രാൻറ്റും ആണ്.
ഡേ 8 നമ്മൾ AS16 ബൊറോയിങ് കോസ്റ്റും AS22 അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകത്തിൻ്റെ പുറത്തുള്ള ടാക്സിൻ്റെ ബേസിലുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കുക. നമുക്ക് 6 AS ആണ് അക്കൗണ്ട്സിൽ പഠിക്കാനുള്ളത്. ആ 6 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഡേ 8 എത്തുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് അക്കൗണ്ടിങ് ഫണ്ടമെൻ്റൽസ് എന്ന ചാപ്റ്ററിൽ നിന്ന് എല്ലാ അറ്റംപ്റ്റിലും 18 മുതൽ 20 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇൻക്ലൂഡിങ് MCQ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആവറേജ് പറയുന്ന 15 പക്ഷേ ഈ ഒരു റേഞ്ചിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ 15 മാർക്ക് നമുക്ക് അവിടെ നിന്ന് സെക്യൂർ ചെയ്യാൻ പറ്റും. ദെൻ ASൽ നിന്ന് എല്ലാ അറ്റംപ്റ്റിലും 19 മാർക്കിന് ചോദിക്കാറുണ്ട്, പിന്നെ ഒരു MCQ, അങ്ങനെ 21 മാർക്കിനാണ് ASന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ 2 ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട മാർക്ക് അവിടെ ആയിക്കഴിഞ്ഞു. ഓക്കെ, അതും എത്ര ദിവസം കൊണ്ട്? 8 ദിവസം കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇത് റെക്കോർഡഡ് സെഷൻസ് ആണ്, യൂട്യൂബ് ത്രൂ ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. നിങ്ങൾക്ക് ഡെയിലി ഒരു മണിക്കൂറോ ചില ദിവസങ്ങളിൽ മാത്രം 2 മണിക്കൂറോ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് കണ്ടു പഠിക്കണം എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഒരു ദിവസം ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കത്തുള്ളൂ. ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് 1 to 2 hours മാത്രമേ ഉണ്ടാകത്തുള്ളൂ. റെക്കോർഡഡ് ആണ്, നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ടൈം അലോട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഒരു ബുദ്ധിമുട്ടും വരില്ല. പക്ഷേ അന്നത്തുള്ളത് അന്ന് തന്നെ കാണുക, അന്ന് തന്നെ പഠിക്കുക. നെക്സ്റ്റ് ഡേ വരുമ്പോൾ തലേന്നത്തത് റിവൈസ് ചെയ്യുക. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ 20 ദിവസം പ്രോപ്പറായിട്ട് അക്കൗണ്ട്സിന് വേണ്ടി അലോട്ട് ചെയ്ത് പഠിച്ചു നോക്കൂ. 20 ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ട്സ് സേഫ് ആവും. ഓക്കെ, ദെൻ ഡേ 9 ആൻഡ് ഡേ 10 2 ദിവസം കൊണ്ട് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ 11th 12th ആ 2 ദിവസം കൊണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് കംപ്ലീറ്റ് ചെയ്യും. 3 പാർട്ട് ഉണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ദെൻ അടുത്ത നമ്മുടെ ഒരു 2 days കൊണ്ട് നമ്മൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ അടുത്ത 2 days കൊണ്ട് നമ്മൾ ഇൻഷുറൻസ് കംപ്ലീറ്റ് ചെയ്യും. ഈ ഇൻഷുറൻസിൽ നിന്നൊക്കെ എല്ലാ അറ്റംപ്റ്റും 7 മാർക്ക് ചോദിക്കും. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എല്ലാ അറ്റംപ്റ്റും 14 മാർക്കിന് ചോദിക്കും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓൾട്ടർനേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന അറ്റംപ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. 7 മാർക്ക്. ബ്രാഞ്ച് അക്കൗണ്ട്സ് എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്ക് വരും. സോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് എല്ലാ അറ്റംപ്റ്റും 15 ഉണ്ട്, ഇത് എല്ലാ അറ്റംപ്റ്റും 21 ഉണ്ട്, ഇത് 7, ഇത് 7, ഇത് 14, അതുപോലെ ഇത് 7. അപ്പോൾ ഇത്രയും ഏരിയ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാർക്ക് ഇങ്ങനെ കയറി വരുവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കേണ്ട രീതിക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ബാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. പിന്നെ നമ്മൾ അടുത്ത ഡേ 17 നമ്മൾ കൺസൈൻമെൻറ്റ് പഠിക്കും, ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് പഠിക്കും. ഓക്കെ, പിന്നെ ഡേ 18 നമ്മൾ ഹയർ പർച്ചേസ് എല്ലാ അറ്റംപ്റ്റും 7 മാർക്ക് വരുന്നതാണ്. ഡേ 19 നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ MCQയിലാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. ഡേ 20 നമ്മൾ NPO പഠിക്കും. NPO ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ 7 മാർക്കിന് ചോദിച്ചിരുന്നു. സോ എല്ലാ ചാപ്റ്റേഴ്സും പാർട്ട്ണർഷിപ്പും ജോയിൻറ്റ് വെഞ്ചറും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് 5 ക്വസ്റ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ടോട്ടൽ 7 ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. അതിൽ നിന്ന് 5 ക്വസ്റ്റ്യനാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാം നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. സോ ഈ പറഞ്ഞ 10 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു നോക്ക്. ഇത് തന്നെ ഏകദേശം 90% ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഈസിലി നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്ലാൻ ചെയ്ത് പഠിക്കുവാണെങ്കിൽ അക്കൗണ്ട്സ് നിങ്ങളുടെ കയ്യിൽ നല്ല സേഫ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡേ വരുന്നത്. 20 ദിവസമാണ് ഷെഡ്യൂൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് താല്പര്യമുള്ള പേപ്പർ 6 പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് എൻ്റെ നമ്പർ. ഇതിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. കോൾ അങ്ങനെ ഞാൻ എടുക്കാറില്ല. അപ്പോൾ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ് വേണ്ടെങ്കിൽ അത് പറയാം. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ് ബാക്കി 7 സബിൽ ഏതെങ്കിലും ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിലും അതും പറയാം. ഓക്കെ, അതിൻ്റെയൊക്കെ ബാക്കി ഇനി ഡെയിലി ബേസിസിലുള്ള ഷെഡ്യൂൾസ് ഇനി വരുന്ന ദിവസങ്ങളിൽ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കല്ല ഒരു ഗ്രൂപ്പ് ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ അതിന് നമുക്ക് വരുന്നത് ഗ്രൂപ്പ് വൈസ് വരുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിന് 2500 ആണ്, സെക്കൻഡ് ഗ്രൂപ്പിന് 2500 ആണ്, ബോത്ത് ഗ്രൂപ്പിന് 5000 ആണ് ഫീസ് വരുന്നത്. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒക്ടോബർ 30 വരെയാണ് ക്ലാസ് കാര്യങ്ങൾ ഉണ്ടാവുക. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് എൻ്റെ ഗൈഡൻസിൽ തന്നെ റിവിഷനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സെഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ റിക്വയർമെൻറ്റ് ഉള്ളത് അത് നിങ്ങൾക്ക് ചോദിക്കാം, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരും. ഇപ്പോൾ ഗ്രൂപ്പ് വൈസ് ഫുള്ളായിട്ട് 4 സബ് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അല്ലാതെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രം അറിയില്ല അത് മാത്രം പഠിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ വേറെ ഏതെങ്കിലും സബ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം.
സോ നിങ്ങളുടെ CMA ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ആ ഒരു പാഷൻ, ആ ഒരു ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റിയോട് കൂടി പഠിക്കുക. അല്ലാതെ നമുക്ക് അവിടെ ഇവിടെ മാത്രം നോക്കി ജസ്റ്റ് എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് പാസ്സായാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് പോകുക, ആ ഒരു മൈൻഡ് സെറ്റ് വിടുക. പഠിക്കുന്ന കാര്യം നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റലായിട്ട് പഠിച്ചു നോക്ക്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് CMA ഇൻ്റർമീഡിയറ്റ്. സോ ഞാൻ CMA ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തതാണ്. ഞാൻ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഡിസംബർ 2024 മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ബാച്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. എല്ലാവരും നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുള്ളത്. എനിക്ക് അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇനിയിപ്പം അടുത്തതായിട്ട് നമ്മൾ ലോ കോർപ്പറേറ്റ് അക്കൗണ്ട്സ്, അതുപോലെ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഷെഡ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അതല്ലാതെ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ തൊട്ട് മുന്നുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അക്കൗണ്ട്സ് ആണ് ബുദ്ധിമുട്ടെങ്കിൽ, അക്കൗണ്ട്സ് ഒരു പേടി സ്വപ്നമായിട്ട് നിന്നവർക്കൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇതിനകത്ത് നമ്മളെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സും നോട്ടും MCQ PDF-ഉം 5 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചാപ്റ്ററിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. കൺസെപ്ച്വൽ വൈസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ എഗെയിൻ നമ്പർ ഇവിടെ കാണിക്കുകയാണ്. നിങ്ങൾ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് 20 ഇപ്പോൾ നിങ്ങൾ ഇന്നാണ് ജോയിൻ ചെയ്യുമെങ്കിൽ ഇന്ന് മുതൽ 20 ദിവസമായിരിക്കും. നാളെ ആണെങ്കിൽ നാളെ മുതൽ 20 ദിവസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. കറക്റ്റ് തരുന്ന കാര്യം അന്ന് തന്നെ തീർക്കുക. പെൻഡിങ് ഒന്നും വെക്കരുത്. റെക്കോർഡഡ് ആണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് കാണാമല്ലോ എന്ന് വിചാരിച്ച് വെക്കരുത്. ഈ പറഞ്ഞ 20 ദിവസത്തിൽ നിങ്ങൾ തീർത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നുണ്ടാവുക. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. ടൈമൊന്നും കളയണ്ട. ഇനിയും എക്സാമിൻ്റെ റിസൾട്ട് വരാൻ 15ഓളം ദിവസമുണ്ട്. പഠിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല. അക്കൗണ്ട്സൊക്കെ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. സോ ജോയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. നന്നായിട്ട് പഠിക്കുക. എല്ലാവരും റിസൾട്ട് വെയിറ്റിംഗ് ആണെന്നറിയാം. എല്ലാവർക്കും നല്ല റിസൾട്ട് വരട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്.